ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റീഡ് കമ്പാരിസൺ ആണ്. കുറച്ച് പാസേജ് തന്നിട്ടുണ്ട്. താരോ യാഷിമ എന്ന് പറഞ്ഞ ഒരു റൈറ്ററിൻ്റെ, ജപ്പാനീസ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്ററാണ്. അതിനെക്കുറിച്ചുള്ള പാസേജ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്ത് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അതിന് ആൻസറാണ് ഫസ്റ്റ് എ. വിച്ച് ഓഫ് ദ ഗിവൻ ബിലോ ഈസ് നോട്ട് എ ബുക്ക് റിട്ടൺ ബൈ താരോ യാഷിമോ. ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന ബുക്കിൽ താരോ യാഷിമ എഴുതാത്ത ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സിറ്റി ട്രീ എന്ന ബുക്കാണ് താരോ യാഷിമ എഴുതാത്ത ബുക്ക്. അടുത്തത്, വൈ ഡു പീപ്പിൾ സ്റ്റിൽ ലവ് താരോ സ്റ്റോറീസ്? ബിക്കോസ് ദേ ആർ ടച്ചിങ് ആൻഡ് ഫുൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞാണ് അതിൻ്റെ ആൻസർ. പിന്നെ സി. ഫൈൻഡ് ദ വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് നോ വാർ, ഓൺലി കാം ആൻഡ് ഹാപ്പിനെസ്. വാറൊന്നുമില്ല, സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തിന് പറയുന്ന ഇതിൻ്റെ വേർഡ് ഏതാണെന്നാണ് ഇതിലുണ്ട്, ഈ പാസേജിലുണ്ട്. ആ വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ പീസാണ്. വാട്ട് വാസ് താരോ യാഷിമാസ് റിയൽ നെയിം? താരോ യാഷിമയുടെ ശരിക്കുള്ള പേര് എന്തായിരുന്നു? ജുൻ അത്സുഷി ഇവത്മസു എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേണേൽ നോക്കി എഴുതിക്കോ. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൻ ബിലോ. താഴത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാനാണ് പറയുന്നത്. താരോ യാഷിമ വാസ് എ ജപ്പാനീസ് ആർട്ടിസ്റ്റ്. താരോ യാഷിമ ഒരു ജപ്പാനീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഹി ഡൈഡ് ഇൻ 1094 ലാണ് ഡെഡായത് പറയുന്നത്. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാസേജ് വായിച്ച് നോക്കിയിട്ട് താഴത്തുള്ള ആൻസർ എഴുതണം. അതിൽ ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് 1 and 2 ആർ കറക്റ്റ് ആണ് ആൻസർ വരുന്നത്. അടുത്ത വരുന്നത് ചാറ്റാണ്. കുഞ്ഞിച്ചിരുതയുടെ ചാറ്റും. പിന്നെ അടുത്ത വരുന്നത് മിസ്റ്റർ സോബ് ചിബീന് ഡ്രോയിങ്സ് അതൊക്കെ കണ്ട് ഇമ്പ്രസ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് ഫ്രണ്ടായിട്ടുള്ള ജിസ്സിൻ്റെ അടുത്ത് പറയാണ്. അത് രണ്ടുമാണ് ചാറ്റായിട്ട് വരുന്നത്. 2Aയും 2Bയും ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടമുള്ള എഴുതാം, ഒരെണ്ണം എഴുതിയാൽ മതി. പിന്നെ അടുത്ത് വരുന്നത് ഇമെയിലാണ്. ഇമെയിൽ നമ്മൾ സാറാ പേട്ടിൻ്റെ ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞ കവിത വായിച്ചാണ്. ആ കവിത എഴുതിയിട്ടുള്ളതിന് അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങളൊരു ഇമെയിൽ തയ്യാറാക്കാൻ പറയുന്നത്. അടുത്ത് വരുന്നത് ലൈവ് റിപ്പോർട്ടാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് കിക്ക് ഓഫ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ലൈവ് റിപ്പോർട്ട് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡ്മിൽ ഉണ്ടാക്കി പവർ ചെയ്യുന്ന അതുണ്ടല്ലോ, അത് ഇതിനുണ്ട്. അതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത വരുന്ന പിക്ചർ സ്റ്റോറിയാണ്. ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി ഉണ്ടാക്കി എഴുതാനാണ് പറയുന്നത്. അടുത്ത് വരുന്നത് എഡിറ്റിംഗ് ആണ്. ഈ പാസേജ് റീഡ് ചെയ്തിട്ട് വായിച്ചിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ആൻസേഴ്സ് എല്ലാം ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് നോക്കി എഴുതിയെടുക്കുക, അല്ലെങ്കിൽ പഠിച്ചോളൂ.